അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ ആകും. പരിശുദ്ധനും നീതിമാനും ആയവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനെ വിട്ടുതരണം എന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികൾ ആകും. ക്രൂശ് ജനം തള്ളിപ്പറഞ്ഞ ഒരാളെക്കുറിച്ചുള്ള അടയാളമാണ്. പരിശുദ്ധനും നീതിമാനും ദൈവത്തിൻ്റെ ഏകപുത്രനും സകലർക്കും സൗഖ്യം നൽകിയവനുമായ ക്രിസ്തുവിനെ ജനം തള്ളിപ്പറഞ്ഞു. പൊതുജനം, ബഹുജനം, മെജോറിറ്റി പലപ്പോഴും ഏതെങ്കിലും ഒരാശയത്തിൻ്റെ പിന്നാലെയോ ആവേശത്തിൻ്റെ പിന്നാലെയോ ആശയം സമർത്ഥിച്ച് തിരിച്ചുവിടുവാൻ പാങ്ങുള്ളവരുടെ പിന്നാലെയോ ആണ് പോകുന്നത്. സത്യത്തെയോ നീതിയെയോ വാസ്തവത്തെയോ അറിയാനുള്ള സമചിത്തതയോ സാവകാശമോ പലപ്പോഴും ജനക്കൂട്ടം തേടാറില്ല, നേടാറില്ല, അവിടേക്ക് അവർ എത്താറുമില്ല. എന്നാൽ ആവേശത്തിമിർപ്പിലും അക്രമോത്സുകതയിലും പരിശുദ്ധനും നീതിമാനുമായവരെ വേഗം തള്ളിപ്പറയുകയും അവരുടെ അന്തത്തിലേക്ക് അവർ നയിക്കുകയും ചെയ്യുന്നു. അവരെ ആണ് ഇവിടെ പത്രോസ് ലീഹ അഡ്രസ് ചെയ്യുന്നത്. പത്രോസിൻ്റെ ഈ വലിയ പ്രസംഗത്തിൻ്റെ കാതലായ വിഷയം ജനം ഒന്നിച്ചു ചേർന്ന് നീതിയും പരിശുദ്ധിയുമുള്ള ദൈവത്തിൻ്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയും ദ്രോഹം ചെയ്തയാളെ സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നീതി തലതിരിഞ്ഞ കാലമാവുന്നത് ജനക്കൂട്ടം ഭ്രാന്തിലേക്ക് മാറുന്നതോടുകൂടെയാണ്. അങ്ങനെ ജനക്കൂട്ടം കൊന്നുകളഞ്ഞ, ഇല്ലായ്മ ചെയ്ത അനുഭവത്തിൻ്റെ പേരാണ് കുരിശ്. എങ്കിലും അവിടെ ദൈവം ഉയർപ്പ് കൽപ്പിക്കുമെന്നും ദൈവം വിടുവിക്കുമെന്നും ദൈവം എഴുന്നേൽപ്പിക്കുമെന്നും പറയുന്നതാണ് ക്രിസ്തീയ വേല. അതാണ് സുവിശേഷം. ക്രിസ്തുവിനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. യേശു ക്രിസ്തു മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇതാണ് സാക്ഷ്യം, ഇതാണ് ക്രിസ്തീയ വേല.